എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴും ലോങ് ട്രിപ്പൊക്കെ എപ്പോഴും പ്ലാൻ ചെയ്യാറ് ട്രെയിനിൽ ട്രാവൽ തന്നെയാണ്. പക്ഷേ ഇന്നലെ ട്രെയിനിലാണ് ട്രാവൽ പ്ലാൻ ചെയ്തെങ്കിൽ പോലും അൺഫോർച്യുനേറ്റ്ലി അതിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ കാറിനെ ആശ്രയിക്കേണ്ട സാഹചര്യം വരികയുണ്ടായി. അപ്പം ഈ കാറിലോട്ടേക്ക് പോകാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബോറടിയുള്ളൊരു കാര്യമാണ്. ലോങ് ആയിട്ടുള്ള ട്രാവൽ അത് കാറിൽ ചെയ്യാമെന്ന് പറയുന്നതിനോട് വല്ല താല്പര്യമില്ല. ഇന്നലെ എൻ്റെ ഒരു 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന യാത്ര കാറിൽ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. ഞാൻ ആ 4 മണിക്കൂർ പോയത് അറിഞ്ഞത് പോലുമില്ല. അത്രയും രസകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇന്നലെ എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആക്കി തന്നത് എൻ്റെ കൂടെയുള്ള അവൻ തന്നെയായിരുന്നു കേട്ടോ, വേറെ ആരുമില്ല. മിസ്റ്റർ അനസാണ് ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്ര ആക്കി തന്നതെന്നുള്ളതാണ്. കാരണം നമ്മൾ ആ 4 മണിക്കൂർ നിർത്താതെ പല സബ്ജക്റ്റും പല ടോപ്പിക്കും ഡിസ്കഷൻസും അത്രയും കാര്യങ്ങൾ സംസാരിക്കുകയും അതിനിടയിൽ 1-2 ഏരിയാസിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, നല്ല ചായയൊക്കെ കുടിച്ചു. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പല പല ടോപ്പിക്കുകളാണ്. അവൻ്റെ കയ്യിൽ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ അവനും ഷെയർ ചെയ്യും. അതിനോടൊപ്പം എൻ്റെ അടുത്ത് കയ്യിലും ഒരുപാട് ടോപ്പിക്കുകളുണ്ടായിരുന്നു, ഞാനും അതും കുറേ ഷെയർ ചെയ്തു എന്നുള്ളതാണ്. ഭയങ്കര ഒരു രസകരമായിട്ടുള്ള യാത്രയായിരുന്നു എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ, ചില സമയത്ത് എവിടെ പോകുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ആരെ കൂടെ പോകുന്നു എന്നുള്ളതാണ് അല്ലേ. ഇന്നലെ ഞാൻ ഇത്രയും വെറുപ്പോടുകൂടി, അല്ലെങ്കിൽ ഇത്രയും ഒരു 4 മണിക്കൂറൊക്കെ ഇതിൽ ഞാൻ ട്രാവൽ ചെയ്യണ്ടേന്നൊക്കെ ചിന്തിച്ച് ഞാൻ ഒരു മറക്കാൻ പറ്റാത്തൊരു മെമ്മറീസ് ആയി തീർന്നു എന്നുള്ളതാണ് ഇന്നലത്തെ യാത്ര. അതിനോടൊപ്പം തന്നെ ഒരു പുതിയൊരു വ്യക്തിയെ നമ്മൾക്ക് പരിചയപ്പെടാൻ പറ്റി എന്നുള്ളത് വേറൊരു കാര്യം. ആ ഒരു പരിചയപ്പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എന്നും നമ്മുടെ ജീവിതത്തിൽ ഓർമ്മിച്ചു വെക്കുന്ന ഒരു മുഖമായി അവൻ മാറി എന്നുള്ളതും വേറൊരു കാര്യമാണ്. അത്രയും രസമായിരുന്നു ആ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ. എല്ലാം ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള ടോക്കും കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് മിസ്റ്റർ അനസിൻ്റെ അടുത്ത്. ഇത്രയും മനോഹരമായ യാത്രകളാക്കി തീർത്തതിൽ, ഭയങ്കര കംഫർട്ടബിളാക്കി തീർത്തതിൽ, പ്രതീക്ഷിച്ച സമയത്തിനേക്കാൾ മുൻപ് എന്നെ അവിടെ എത്തിച്ചേരാൻ സാധിച്ചതിലൊക്കെ എന്തായാലും സ്പെഷ്യൽ താങ്ക്സ് ടു മിസ്റ്റർ അനസ്. അപ്പം ഇതുപോലെ നിങ്ങൾക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. നിങ്ങളെയും യാത്രകൾ കംഫർട്ടബിളാക്കി തരുന്ന ആ ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിലും ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. എന്തായാലും അവരൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യട്ടെ. ഞാൻ എന്തായാലും മനസ്സിനെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു എവ്രി വൺ. ബൈ.